ഈ വിവാദങ്ങൾക്കിടയിൽ ലാല് വിളിച്ചെന്നും അങ്ങ് എടുത്തില്ലെന്നൊരു പറച്ചിലുണ്ടല്ലോ. അത് ഞാൻ എടുക്കാതിരുന്നത് വേറെ ഒന്നുമല്ല. ലാല് സിംഗപ്പൂരിൽ നിന്നാണ് വിളിച്ചത്. ആദ്യം ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വിളിച്ചത്. അത് കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി എന്ന് വെച്ചാൽ ഇത് ഞാൻ സംസാരിച്ച് കഴിഞ്ഞാൽ ഞാനും ലാലുമായിട്ട് വെറുതെ ഫോണിൽ ഒരു സംസാരമാവും അങ്ങോട്ടും ഇങ്ങോട്ടും മോശമായ രീതിയിൽ. നിങ്ങൾ നല്ല സൗഹൃദത്തിലാണ്. സൗഹൃദം ഇന്നും സൗഹൃദമാണ്. എനിക്ക് അവനുമായിട്ട് യാതൊരു പ്രശ്നവുമില്ല. ഞങ്ങൾ എടാപോടാന്ന് വിളിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് എനിക്കങ്ങനെ സൗഹൃദ കുറവൊന്നുമില്ല. പക്ഷേ ലാലിൻ്റെ ഒരു സ്വഭാവമുണ്ട്. ആരെങ്കിലും ചെന്ന് ഇങ്ങനെ സ്ക്രൂ കയറ്റി കൊടുത്തു കഴിഞ്ഞാൽ ലാല് ചൂടാവും. വിളിച്ചിട്ട് നീനൊക്കെ എന്ന് പറയാം. അപ്പോൾ ഞാനും എന്തെങ്കിലും പറയും. എന്തിന് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ പോകുന്നത്. തന്നെ തണുത്തോളൂ. അത് പിന്നെ പൊക്കോട്ടെ. ഇനിയും കാണുമ്പോൾ പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. അപ്പം ഞാനും അജിറ്റേറ്റഡ് ആയിട്ടിരിക്കുന്ന സമയം വിളിച്ചു കഴിഞ്ഞ് വല്ലതും പറഞ്ഞാൽ ഞാനും തിരിച്ച് വല്ലതും പറയും. എന്തിനങ്ങനെ ഒരു സംഭവത്തിന് പോകുന്നു? അതുകൊണ്ട് ഞാൻ എടുത്തില്ല എന്നുള്ളൂ. എനിക്ക് ലാലിനോടൊന്നും ലാൽ ഇപ്പം നമ്മളെ ഒത്തിരി സഹായിച്ചാണ്. ഈ അമ്മ ഈ പ്രൊഡ്യൂസേഴ്സ് ഞാനവിടെ പ്രസിഡൻ്റായിട്ടിരുന്നപ്പോൾ എന്നെ ഒത്തിരി സഹായിച്ച ലാലാണ്. എന്ന് വെച്ചാൽ അവിടുന്ന് പൈസ ഒക്കെ നമുക്ക് ഇത് എടുത്ത് ലോണായിട്ട് തരികയും ഒക്കെ ചെയ്തു. ഞങ്ങളെല്ലാം ഫുൾ പൈസ തിരിച്ചടക്കുകയും ചെയ്തു. പിന്നെ ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊരു പ്രോഗ്രാം ചെയ്യാനായിട്ട് അമ്മ നമ്മളെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. ഇല്ലെന്നല്ല പറയുന്നത്. ഞാൻ അമ്മയ്ക്കെതിരായിട്ടല്ല പറയുന്നത്. ഇവിടുത്തെ ചില താരങ്ങളുടെ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അമ്മയ്ക്കകത്ത് എത്ര പേരുണ്ട്? ഉള്ള താരങ്ങളിൽ 19 പേർക്കേ ജോലിയുള്ളൂ. ബാക്കി ആർക്കും ജോലിയില്ല. അതാണ് അവിടുത്തെ ഒരു സ്ഥിതി. അപ്പോൾ ഞാൻ അമ്മയ്ക്കെതിരെ പറയേണ്ട കാര്യമില്ല. അവരെ എല്ലാവരും കൂട്ടായിട്ടുള്ളൊരു ഇതല്ല. പക്ഷേ അതിൻ്റെ അത് ചില ആർട്ടിസ്റ്റിൻ്റെ പെരുമാറ്റവും കാര്യങ്ങളും ഒക്കെ മാറ്റി അവർ കുറച്ചും കൂടെ തിരുത്തണം എന്നുള്ളത് നമുക്ക്. അല്ല, യുദ്ധം കൊണ്ട് അത് സാധിക്കുമോ? അല്ല, സാധിക്കുമോ എന്നുള്ള നമ്മൾ ഇതെങ്കിലും ചെയ്യണ്ടേ? നമ്മൾ ട്രൈ ചെയ്യണ്ടേ?